ഹലോ, വെൽക്കം ടു സ്പൈസ്ജെനിക്സ്. ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു അടിപൊളി കൂട്ടുകറി ഉണ്ടാക്കിയാലോ. ഞാനിവിടെ 1/4 കപ്പ് കടല ഓവർനൈറ്റ് സോക്ക് ചെയ്തത്, പിന്നെ ഒരു 3-4 വെള്ളത്തിൽ കഴുകിയിട്ട് എടുത്തതാണിത്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഇത് വേവിക്കാനായിട്ട് 2-3 കപ്പ് വെള്ളവും കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3-4 വിസിൽ വരുന്നത് വരെ ഈ കടലയൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 4 വിസിലടിച്ച് പ്രഷർ സെറ്റിൽ ഡൗൺ ആയപ്പോഴാണ് ഞാൻ തുറന്നത്. ഇപ്പം നമ്മുടെ കടലയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്, അതേസമയം വെന്ത് കുഴഞ്ഞു പോയിട്ടുമില്ല. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് ഒരു പച്ച ഏത്തക്കായാണ്. നന്നായിട്ട് വിളഞ്ഞ ഏത്തക്കയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ 1.5 കപ്പോളം ചേനയും വേണം. നമുക്ക് ആദ്യം ഈ ഏത്തക്കായും ചേനയും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. തീരെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണമെന്നില്ല കേട്ടോ. കുറച്ച് വലിയ പീസായാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിത് കുക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇത് വെന്ത് ഉടഞ്ഞോളും. ചേന അതേപോലെ കുറച്ച് വലിയ പീസാക്കാം. ഇത് ഒരു സദ്യക്കൊക്കെ വിളമ്പുകയാണെങ്കിൽ ഒരു 10-12 പേർക്ക് വിളമ്പാനുള്ള അളവാണ് ഞാനീ പറയുന്നത്. ഇത് നമുക്കിനി ഈ ചേനയും കായും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് ഈ ചേനയും കായും വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മതി കേട്ടോ, അധികം വെള്ളം ആവശ്യമില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. അത് വേവുമ്പോഴേക്കും നമുക്ക് ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം. ഞാൻ ഇതുപോലെയുള്ള 250 ml ഗ്ലാസ്സിന് 1 ഗ്ലാസ് തേങ്ങ തിരികെടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾസും കുക്കായിട്ടുണ്ട്. വെള്ളം ഇനി കുറച്ച് വെള്ളമുണ്ട് കേട്ടോ, പക്ഷെ നമ്മുടെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും വെള്ളം സാരമില്ല, അത് നമുക്കിനി അതങ്ങ് വറ്റിപ്പൊയ്ക്കുള്ളൂ. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ച കടലയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്കൊരു 1/2 കപ്പോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം ഈ വെള്ളം എല്ലാം വറ്റിയില്ലേ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യാം, ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിവിടെ കിടന്ന് വെള്ളം ഒന്ന് വറ്റട്ടെ നന്നായിട്ട്. അപ്പോഴേക്ക് ഈ അരപ്പൊക്കെ ഒന്ന് തിളച്ച് റെഡിയാവും. ആ സമയത്തിന് നമുക്ക് ഇതിലേക്ക് വറുത്തിടാനുള്ള തേങ്ങ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാനിൽ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചൂടാക്കാം. വെളിച്ചെണ്ണയാണ് എപ്പോഴും നമ്മുടെ നാടൻ കറിക്ക് നല്ലത് കേട്ടോ. ഈ എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഉഴുന്നുപരിപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒരു 3-4 വറ്റൽമുളകും ചേർത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം. എപ്പോഴും കൂട്ടുകറിക്ക് ഈ വറുത്തിടുന്ന തേങ്ങ കുറച്ച് അധികമാണ് ഇടുന്നത്. ഇത് ഞാനിവിടെ ഇപ്പോൾ ഒരു 1.25 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കരിച്ച് കളയരുത് കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കളർ ചേഞ്ച് ആവും, പക്ഷേ ആ ഒരു ടേസ്റ്റും ഒന്നും വരില്ല. ഒരു കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും വരുന്നത്, ഒരു കയ്പ്പ് രസം വരും. അതുകൊണ്ട് എപ്പോഴും തേങ്ങ വറക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഈ കളർ ഒന്ന് ചേഞ്ചായി വരുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷെ നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ. ഞാനിനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. സാധാരണ സദ്യക്കുള്ള കറിയിലെല്ലാം കുറച്ച് ശർക്കര ചേർക്കാറുണ്ട്. ഇപ്പോൾ ശർക്കര ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ ആ തേങ്ങ ഇടയ്ക്ക് ലോ ഫ്ലെയിമുള്ള അടുപ്പിലേക്ക് മാറ്റിയായിരുന്നു കേട്ടോ.
ഇപ്പം നമ്മുടെ തേങ്ങ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നമ്മുടെ കൂട്ടുകറിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കറിയും ഇപ്പോൾ ഒന്ന് തിക്കായി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ വറുത്ത തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ കൂട്ടുകറി തണുക്കുമ്പോൾ കുറേ കൂടെ അങ്ങ് കട്ടിയാവും കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കറിയാണിത് കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കൂട്ടുകറി റെഡി. ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും.